ക്ഷേത്ര പരിസരങ്ങളിൽ മാലിന്യം തള്ളിയ സംഭവം പ്രതിഷേധവുമായി ബി.ജെ.പി. പ്രവർത്തകർ നഗരസഭയ്ക്ക് മുമ്പിൽ മാലിന്യം കുഴിച്ചുമൂടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊളപ്പള്ളി തൃപ്പറ്റ ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിയിടത്തിൽ അറവു മാലിന്യങ്ങൾ തള്ളിയത്. നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. പിന്നീടാണ് വീണ്ടും മാലിന്യങ്ങൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നഗരസഭാ അധികൃതർ ഇതിനൊരു ശാശ്വത നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രവർത്തകർ അറവു മാലിന്യങ്ങളുമായി സെക്രട്ടറിയുടെ മുറിയിലെത്തിയത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ തൊഴിലാളികളെ വിട്ടതാണെന്നും അപ്പോഴേക്കും മാലിന്യങ്ങളുമായി പ്രവർത്തകർ എത്തിയതാണ് തടസ്സമായതെന്നും സെക്രട്ടറി പറഞ്ഞു. നിങ്ങൾ വെറുതെ എന്താ നിങ്ങൾ പറയാൻ മാത്രമേ കേട്ടല്ലോ. ഞാൻ അറിഞ്ഞ ഓൺ ദ സ്പോട്ടില് അത് ഇവിടുത്തെ എല്ലാ ഈ 33 കൗൺസിലർമാർക്കും അറിയാം. ഏത് വാർഡിൽ എന്ത് മാലിന്യം വന്നാലും ഓൺ ദ സ്പോട്ടിൽ നടപടി എടുക്കുന്ന ആളാണ് ഞാനെന്നും ഇവിടുത്തെ ആരോഗ്യ വിഭാഗം അങ്ങനെയാണ് ജോലി ചെയ്യുന്നതുകൊണ്ടും അതുകൊണ്ടാണ് ഷൊർണൂർ ഈ നില നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1, 2 ആണ് ഭരണപക്ഷം പ്രതിപക്ഷം അല്ല ഞാൻ പറയുന്നത്. 33 കൗൺസിലർമാരും ഒരേ മനസ്സോടെ നിന്നിട്ട് തന്നെ ഈ നാടിങ്ങനെ പോകുന്നതല്ല. എന്റെ മിടുക്കും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. പറയട്ടെ, അപ്പൊ ഇന്നലെ അത് നീക്കം ചെയ്തു. മാത്രമല്ല ഇന്ന് വന്നപ്പോഴും വീണ്ടും ഈ ഇത് ചീഞ്ഞു നടന്ന സാധനം ഇതിന് രോഗാണുക്കൾ പകരും. ഇപ്പൊ നിങ്ങൾ കൊണ്ടിവിടെ വെച്ചിരിക്കുന്നതും ഈ പറഞ്ഞ രോഗാണു പകരുന്ന സാധനം തന്നെയാണ്. പ്രതിഷേധം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ കാണിച്ചത് ഇത് ആ പരിസരത്തും നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വിടുകയും സ്റ്റേഷനിലേക്ക് ഒരേ സമയം പരാതി കൊടുക്കുകയും ചെയ്തു. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. വിഷയത്തിൽ പോലീസിന് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭയും പരിശോധിക്കുന്നുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു. എന്നാൽ ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ മാത്രം അറവു മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടിയെടുക്കണം, ഇത്തരക്കാരെ പിടികൂടാൻ ക്യാമറ സ്ഥാപിക്കണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. തുടർന്ന് നഗരസഭയിലെത്തിച്ച അറവു മാലിന്യങ്ങൾ നഗരസഭയ്ക്ക് സമീപത്തായി കുഴിച്ചുമൂടി. ബി.ജെ.പി. ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, പാലക്കാട് വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ.പി. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, ജില്ലാ സെൽ കോർഡിനേറ്റർ എം.പി. സതീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി എ. ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് മനോജ് റാണി, വാർഡ് കൗൺസിലർ നിഷ ശശികുമാർ, കെ.ടി. രവിദാസ്, പ്രദീപ് തൃപ്പറ്റ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നഗരസഭയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ വലിയ കൊട്ടിഘോഷം, നഗരസഭാ ചെയർമാന്റെ കൊട്ടിഘോഷം, സെക്രട്ടറി വലിയ സന്തോഷവാൻ. ഷൊർണൂർ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക. അത് അറവു മാലിന്യമാണ്. പല മേഖലയിലും അറവു മാലിന്യം. അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറവു മാലിന്യം കൊണ്ടുപോയിരുന്നത്. അതിൽ വേറെ ചില ചേതോവികാരങ്ങളുണ്ട് അതിന്റെ പേരിൽ. കൊളപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിന്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവു മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇന്നലെ നിക്ഷേപിച്ച അറവു മാലിന്യം നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി. വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറവു മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം ടീമിന്റെ കളിയാണ് ഇത്. അത് സെക്രട്ടറിയുടെ അടുത്ത് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് അന്വേഷിക്കാം, നോക്കട്ടെ. അത് കിട്ടിയിട്ടില്ല. അതിനൊരു ലാഘവത്തോടു കൂടെയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് ലാഘവത്തോടുകൂടെ കണ്ടാലുള്ള പരിണിതഫലം വളരെ വലുതായിരിക്കുമെന്നോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ അറവു മാലിന്യമായിട്ട് ഞങ്ങൾ നഗരസഭയിലേക്ക് വന്നത്.